സോ വെൽക്കം ടു ദ പാർട്ട് 2. ഇന്ന് രാവിലെ തന്നെ നാത്തൂനും അളിയനും വന്നു. നമ്മൾ നേരെ എല്ലാ സാധനങ്ങളും പെറുക്കിയെടുത്ത് നേരെ അവരുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഒരു ഐഡിയ ഇല്ല. രാവിലെ തന്നെ കുളിക്കാണ്ട് നേരെ നിന്ന കോലത്തിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. ഇതൊക്കെ അവൾ വന്നതിന് മുമ്പ് വേണം നമുക്ക് അറേഞ്ച് ചെയ്യാം. അവൾ ഓൾറെഡി നമ്മൾ വീട്ടിലാക്കിയിട്ടാണ് പോകുന്നത്. സോ പിന്നീട് ബലൂണായിട്ടുള്ള യുദ്ധമായിരുന്നു. ബലൂൺ വീർപ്പിക്കും പൊട്ടിപ്പോ, വീർപ്പിക്കും പൊട്ടിപ്പോ. പിന്നെ അടുത്ത ടാസ്ക് എന്നുള്ളത് എല്ലാം അറേഞ്ച് ചെയ്യാന്നുള്ളതാണ്. കാരണം എനിക്കും അവൾക്ക് യാതൊരു ഐഡിയ ഇല്ല എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണം എന്നുള്ളത്. ലാസ്റ്റ് തട്ടിക്കൂട്ട് ഒരു ബർത്ത്ഡേ സെലിബ്രേഷന്റെ സാധനങ്ങളൊക്കെ റെഡിയാക്കി. അത് കഴിഞ്ഞ് കുളിയും ദേവാലയൊക്കെ കഴിഞ്ഞ് നേരെ അളിയനും പെങ്ങളും കൂടി പോയിട്ട് നേരെ പോയി കേക്കും പുറത്തേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ പോയിട്ട് കൊണ്ടുവന്നു. ചെറുതായിട്ട് നമുക്കൊന്ന് കളറിൽ ചെറിയൊരു പാളിച്ച പറ്റിയായിരുന്നു. കളർ ഒന്ന് പറയാൻ മറന്നുപോയി. അപ്പോഴേക്കും നമ്മുടെ ബർത്ത്ഡേ ഗേൾ എത്തിയിട്ടുണ്ടായിരുന്നേ. ബർത്ത്ഡേ ഗേളിന്റെ എൻട്രിയാണ് നമ്മൾ ഈ കാണുന്നത്. ഓൾറെഡി പുള്ളിക്കാരന്റെ കണ്ണ് പൊത്തിയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നത്. കണ്ണ് പൊത്തി നേരെ ഡ്രസ്സ് ഇടാനാണ് ആദ്യം കൊണ്ടുപോയത്. ഡ്രസ്സ് ഇടിപ്പിച്ചു. അപ്പോൾ പുള്ളിക്കാരോട് അപ്ലൈ പറഞ്ഞായിരുന്നു ഡ്രസ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നും ഇല്ലാട്ടോ എന്നുള്ള രീതിക്ക്. പിന്നീട് അവൾ നേരെ കാണുന്നത് ഈ ഒരുക്കി വെച്ചേക്കുന്നത് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു പുള്ളിക്കാരത്തേക്ക്. പിന്നെ ഗിഫ്റ്റ് കൂടി കണ്ടപ്പോൾ കുറച്ച് കൂടുതൽ സന്തോഷമായി. അങ്ങനെ കേക്ക് മുറിച്ച് എല്ലാവർക്കും പങ്കിട്ടൊക്കെ കൊടുത്ത്. സോ പിന്നീട് നമ്മൾ തീറ്റയായിരുന്നു മുഖ്യം. പിന്നെ നേരെ നമ്മൾ എന്ത് ചെയ്യാം, മന്തി കഴിക്കാൻ പോയി ഗൈസ്. നമുക്ക് മന്തി ആയിരുന്നു രാത്രി. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഗൈസ് ആ ട്വിസ്റ്റ് വന്നത്. സോ നമ്മൾ നേരെ ബർത്ത്ഡേ സെലിബ്രേഷൻ നടന്ന സ്ഥലത്ത് നിന്ന് നേരെ ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിലോട്ടാണ്.